മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ ഇമെയിൽ വഴിക്കും വാട്സപ്പ് വഴിക്കും ഒരേ സന്ദേശം പലരിൽ നിന്ന് കിട്ടി. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം ബാങ്കുമായിട്ടും ATM-ഉമായിട്ടും കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇതിൽ ഒരു കാര്യം 5 പ്രാവശ്യത്തിൽ കൂടുതൽ SBI-യിൽ നിന്ന് ATM-ൽ നിന്ന് വിഡ്രോ ചെയ്താൽ ഓരോ വിഡ്രോവലിന് 10 രൂപ എടുക്കും. മറ്റ് ബാങ്കിലെ ATM-ൽ നിന്നാണെങ്കിൽ 3 പ്രാവശ്യം കഴിഞ്ഞാൽ 10-20 രൂപ എടുക്കും. 25,000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കമ്മീഷൻ എടുക്കില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഴുവനൊന്നും ഞാൻ വായിച്ചില്ല, കുറച്ച് വായിച്ചു. എന്നിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്, നമ്മളുടെ പൈസ നമ്മൾ വിഡ്രോ ചെയ്യാൻ എന്തിനാ ബാങ്കുകാർക്ക് പൈസ കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. എന്നിട്ട് അവസാനിക്കുന്നത് ശക്തമായിട്ട് പ്രതികരിക്കുക, എതിർക്കുക, ഈ ബാങ്കുകാരെ അതിനെതിരെ എടുത്ത തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിതമാകുക. ഒരു ദിവസം പൂർണ്ണമായിട്ടും, ഏതൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഏപ്രിൽ 24 തോന്നുന്നു, ബാങ്ക് ഇടപാടുകൾ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. ഇതെല്ലാം വായിച്ചപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വികാരമൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ആലോചിച്ചത്, ഈ എറണാകുളത്ത് നിന്ന് പാലക്കാടേക്ക് പോകുന്ന വഴിക്ക് തൃശ്ശൂരിലേക്ക് തിരിയുന്നതിന് മുമ്പൊരു ടോൾ ഗേറ്റ് ഉണ്ട്. 60-65 രൂപയാണ് കാറിനും മറ്റുള്ള ചെറിയ വണ്ടികൾക്കുമൊക്കെ ടോൾ കൊടുക്കേണ്ടത്. ടു ആൻഡ് ഫ്രോ എടുക്കുകയാണെങ്കിൽ 100 രൂപയാണ്. ആ ടോള് കൊടുക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് BJP ആണ്. തൊട്ടടുത്ത് നിൽക്കുന്നു DYFI-കാരും CPM-കാരും എല്ലാം ചെയ്ത സമരം. ആ സമരം ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ പൈതൃകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കമൻറ്റ് പറയണമെന്ന് ആഗ്രഹിച്ചത്. വളരെ ചിന്തിച്ചതിന് ശേഷമാണ് പറയുന്നത്. പണ്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോയി മഴുവഞ്ചേരിയിലേക്ക് പോകുമ്പോൾ ഒരു 4 പ്രാവശ്യമെങ്കിലും രാത്രിയും പലപ്പോഴും മഴയത്തും ടയർ പഞ്ചറായിട്ടുണ്ട് റോട്ടിൽ വെച്ചിട്ട്. ഇത്രയും കുണ്ടും കുഴിയും ഇത്രയും പ്രശ്ന സങ്കീർണം. മിനിമം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് എത്താൻ 3-3.5 മണിക്കൂർ വേണം. അതിൽ എത്രയാ, രണ്ടാമത്തെ ഗിയറിൽ നിന്ന് മാറ്റാനേ പറ്റില്ല വണ്ടി. 1, 2, പരമാവധി 3 വയ്ക്കുകയാണെങ്കിൽ 1 മിനിറ്റ് പോലും പറ്റില്ല. ഇത്രയും ട്രാഫിക് ജാം, ഇത്രയും ബുദ്ധിമുട്ട്, ഇതെല്ലാം നിരന്തരം അനുഭവിച്ചതാണ്. 100 കണക്കിന് പ്രാവശ്യം അനുഭവിച്ചതാണ്. അങ്ങനെ അനുഭവിക്കുമ്പോൾ ആ സമയച്ചെലവ് പ്ലസ് ഇന്ധന ചെലവ് പ്ലസ് ശാരീരികവും മാനസികവുമായിട്ടുള്ള തളർച്ച, ഇതെല്ലാം ഒന്ന് മാറി ഒരു 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. സമയം ലാഭം, എനർജി ലാഭം, ഫ്യൂവൽ ലാഭം. ഇത്രയും ലാഭമുണ്ടായിട്ടും ആ റോഡിന് ഒരു 50-65 രൂപ ടോള് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്ത മനുഷ്യന്റെ വികാരം നോക്കാം. ഈ റോഡ് ഉണ്ടാക്കാൻ പ്രൈവറ്റ് കമ്പനിയാണ് 1250 കോടി രൂപയോ 2000 കോടി രൂപയോ ആണ് ലോൺ എടുത്തത്. ആ പ്രൈവറ്റ് കമ്പനിയിൽ ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ BOT പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ആ അത്രയും 2000 കോടി രൂപ ലോൺ എടുത്ത് അതിനൊരു വർഷം 200 കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്ത്, അങ്ങനെ എല്ലാ വർഷവും ഈ 200 കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്ത് അതിൻ്റെ പ്രിൻസിപ്പൽ അടച്ചു തീർത്ത് ഇത്രയും ജോലിക്കാർക്ക് ശമ്പളം കൊടുത്ത്, ആ ടോള് പിരിക്കുന്നവർക്ക് 24 മണിക്കൂർ ശമ്പളം കൊടുത്ത് അവരെ ഇരുത്തി, ഇതിൻ്റെ ഇലക്ട്രിക്കൽ ചാർജ്, ബാക്കി ചാർജുകൾ, പിന്നെ മെയിൻ്റനൻസിൻ്റെ ചാർജുകൾ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ എവിടുന്ന പിന്നെ പൈസ വരിക? ഗവൺമെൻറ് ടാക്സ് എടുക്കാൻ പാടില്ല. ഗവൺമെൻറ് ഫ്രീ ആയിട്ടെല്ലാം ചെയ്തു തരണം. 35 കിലോ അരി 1 പൈസ പോലും വാങ്ങിക്കാതെ തരണം. 8 കിലോ അരി 2 രൂപ വാങ്ങിച്ച് തരണം. എല്ലാത്തിനും വില വളരെ കുറച്ച് തരണം.
അതേസമയത്ത് കർഷകർക്ക് ഭയങ്കരമായിട്ട് കൂലി കിട്ടുകയും വേണം എന്ന് രണ്ട് രീതിയിലാണ്. ടയറിൻ്റെ വില കുറയ്ക്കുകയും വേണം, റബ്ബറിൻ്റെ വില കൂട്ടുകയും വേണം. ഇങ്ങനെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം പോലെ ആ റോഡ് നന്നായപ്പോൾ ഉണ്ടായ ബെനിഫിറ്റ് 65 രൂപയുടെ ഒരു 5 ഇരട്ടിയാണ്, അല്ലെങ്കിൽ 10 ഇരട്ടിയാണ്. ആ ബെനിഫിറ്റുകൾ ഒന്നും നോക്കാതെ അതിനെ എതിർത്ത BJP ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഒരു വശത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ATM-ന്റെ കാര്യം നോക്കാം. 24 മണിക്കൂർ നമുക്ക് പൈസ എടുക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ATM. ബാങ്കിൽ ചെന്ന് ചെക്ക് എഴുതി ക്യൂ നിന്ന് അവിടേക്ക് പോകാനുള്ള സ്കൂട്ടറിൻ്റെയോ കാറിൻ്റെയോ പൈസ ലാഭമാക്കി, സമയം, എനർജി സർവ്വതും ലാഭമാക്കി കിട്ടാൻ ഇത്രയും സൗകര്യം ATM-ലൂടെ ഉള്ളപ്പോൾ ആ ബാങ്കിലേക്ക് പോയി ക്യൂ നിന്ന് പൈസ എടുക്കുന്ന വിഷമം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോഴത്തെ സൗകര്യം ആലോചിച്ച് നോക്കാം. 5 പ്രാവശ്യം ഫ്രീ തരുന്നുണ്ട്. 6ാമത്തെ പ്രാവശ്യം എടുക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോഴാണ് 10 രൂപ. ഇതിപ്പോൾ കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ ഈ SB അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നതിന് ചെറിയൊരു ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. ഈ 10 രൂപയെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഒരാൾക്കൊരു ചെക്ക് കൊടുത്തിട്ട് 5000 രൂപ വാങ്ങിക്കുന്നതിന് പകരം 10, 200, 300 ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ ബാക്കി 4800 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ചെറിയ ഇൻട്രസ്റ്റ് ആയിരിക്കും SBയിൽ. അങ്ങനെയുള്ള ബെനിഫിറ്റും അവിടെയുണ്ട്. അവനവന് ആവശ്യമുള്ള സമയത്ത് പൈസ എടുക്കാം. ഏത് പാതിരാത്രിക്കും ലോകത്തിൽ എവിടെ നിന്നും എടുക്കാം. കെട്ടുകെട്ടായിട്ട് പാൻറ്റിലും ഷർട്ടിലും ഇട്ടുകൊണ്ട് നടക്കണ്ട. ഏത് ഋഷികേശിലും ഹരിദ്വാറിലും പോയിട്ട് പൈസ എടുക്കാൻ സാധിക്കും, ഏത് ബാങ്കിൽ നിന്നും. ഇപ്പൊ കയ്യിൽ നിന്ന് പിക്ക് പോക്കറ്റ് അടിച്ച് പോകുന്ന വിഷമമില്ല. ബാങ്കിലേക്ക് പോകുന്ന സമയത്തിന്റെ, ഊർജത്തിന്റെ, ഇന്ധനത്തിന്റെ ലാഭമുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും ഏത് നന്മയ്ക്കും എതിർക്കുന്ന ഒരു പൈസയും അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ടെല്ലാം കിട്ടണം എന്ന രീതിയിൽ ധാർഷ്ട്യത്തോടുകൂടി ചിലതൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, SBIയും SBTയും തമ്മിൽ ചേർന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഫ്ലക്സ് അടിച്ച് കുറേ പേര് ഒച്ചയെടുത്തു. അവസാനം എന്തുണ്ടായി? ഇന്ത്യൻ ഗ്യാസിന്റെ വില ഒന്ന് കൂട്ടിയാൽ അത് ഭാരതം കത്തുന്ന ലെവലായിരുന്നു. ഇപ്പൊ തോന്നുമ്പോൾ കൂട്ടുന്നു, തോന്നുമ്പോൾ കുറയ്ക്കുന്നു. എന്തായി? ഇപ്പോ പെട്രോളിന്റെ വില കൂട്ടുമ്പോൾ ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ കൂട്ടും, അപ്പൊ കിടന്ന് തുള്ളുക. 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചപ്പോഴത്തേക്ക് ആഭ്യന്തര കലാപം ഉണ്ടാവും എന്നുള്ള രീതിയിൽ കിടന്ന് ഒച്ചയെടുത്തു പലരും. ഇപ്പൊ എന്തായി? വെറുതെ ആലോചിച്ചു നോക്കുക. എന്തെല്ലാം സമരങ്ങൾ ചെയ്തു, എത്രയെല്ലാം ഫാക്ടറികൾ അടപ്പിച്ചു, അടപ്പിച്ചതിനെ തുറപ്പിച്ച് പിറ്റേ ആഴ്ച അടപ്പിച്ചു. നോക്കുകൂലിയും ബാക്കി കൂലിയും എല്ലാം വാങ്ങിച്ച് ഒരു നാടിനെ ഇത്രയും അധികം കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ മുടിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പ്രതിഷേധിക്കുന്നതിൻ്റെ പുറകില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് പൈസ വേണം. LDF ഭരിച്ചാലും UDF ഭരിച്ചാലും BJP ഭരിച്ചാലും ഇതൊന്നും ആരുടെയും വ്യക്തിപരമായിട്ടുള്ളതൊന്നുമല്ല. ഇലക്ട്രിസിറ്റി ചാർജ് കുത്തനെ കൂട്ടാൻ പോകുന്നു, പാലിന്റെ ചാർജ് കുത്തനെ കൂട്ടി, ഓരോന്നിന്റെ ചാർജ് കൂട്ടി. അത് LDF ആണെങ്കിലും കൂട്ടേണ്ടി വരും, UDF ആണെങ്കിലും കൂട്ടേണ്ടി വരും, ആരാണെങ്കിലും കൂട്ടേണ്ടി വരും. അത് കൂട്ടുന്നതിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പാലിന്റെ വില കൂട്ടി 5 കവർ ഉപയോഗിക്കുന്നതിന് പകരം 2 കവർ ഉപയോഗിക്കുക. അപ്പൊ ലാഭമാണല്ലോ. ഏത് കാര്യത്തിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? കുറച്ച് ഉപയോഗിക്കുക. എന്നാലും എതിർക്കാതിരിക്കാൻ പറ്റുമോ? എതിർത്തോളം ഒരു വിലയില്ല, വെറുതെ ടൈമും എനർജിയും കളയുന്നു എന്ന് മാത്രം എന്നുള്ളത് ഓർമ്മിക്കാം. ATM ആയാലും അല്ല ഡിജിറ്റൽ ട്രാൻസ്ഫർ ആയാലും പണ്ടൊരു DD എടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം, എത്ര നേരം ബാങ്കിൽ പോയി നിൽക്കണം. ഇപ്പൊ ഇന്റർനെറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പൊ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ട്രാൻസ്ഫർ പറ്റും, എല്ലാം പറ്റും. 10 പൈസ ചെലവില്ല. 2 ലക്ഷം വരെ ചെലവാകുന്നത് 3 രൂപയോ 4 രൂപയോ ആണ് ഇന്റർനെറ്റ് ബാങ്കിലൂടെ ചെലവാകുന്നത്. പണ്ട് 2 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്ര പാടുണ്ട്. ആ DD എടുത്ത് അത് കവറിലിട്ട് രജിസ്റ്റർ പോസ്റ്റിൽ അയച്ച് അത് അയാൾക്ക് കിട്ടി, അയാൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ആ DD തിരിച്ച് ബാങ്ക് ക്ലിയറൻസ് ഓഫീസിൽ പോയി എത്രയാ നടക്കുക? ഇപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തും കിട്ടും. ഈ സൗകര്യം ഒന്നിനും പൈസ ചാർജ് ചെയ്യണില്ല. ചെക്ക് ബുക്കിന് പൈസ ചാർജ് ചെയ്യണില്ല. ട്രാൻസ്ഫറിന് ഇന്റർ ബാങ്കിനാണെങ്കിൽ ചാർജ് ചെയ്യണില്ല. അല്ലെങ്കിൽ ഇൻട്രാ ബാങ്കിനാണെങ്കിൽ തന്നെ RTGS NEFT പ്രകാരമാണെങ്കിൽ 2 രൂപയോ 2 രൂപ 60 പൈസയോ മറ്റോ ചാർജ് ചെയ്യുന്നത്. ചിലപ്പോൾ 5 രൂപ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ആ കൊറിയർ ചാർജ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിന് എത്രയാണ് ചാർജ് ചെയ്യുക, ഇതും കൂടി ഒന്ന് നോക്കണ്ടേ. നമ്മൾ പണ്ടത്തെ മാതിരി അയക്കുകയാണെങ്കിൽ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് 10 പൈസ പോലും ചെലവാക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. ശമ്പളം കൂടുതൽ വേണം, DA കൂടുതൽ വേണം, TA കൂടുതൽ വേണം, സൗകര്യങ്ങൾ കൂടുതൽ വേണം, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം എന്നെല്ലാം പറയുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കാം. പ്രണാമം, നമസ്കാരം.